യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജോയിസി. ഞാൻ സാൽമയെന്നാണ് വരുന്നത്. ഞാനിപ്പോൾ കുവൈറ്റിൽ വന്നിട്ട് അതിനാളൊന്നും ജസ്റ്റ് ഒരു 10 മാസമായിട്ടുള്ളൂ. എനിക്ക് കർത്താവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നത് ഞങ്ങൾ ഒക്ടോബറിലാണ് ഇവിടെ കുവൈറ്റിൽ എത്തിയത്. അൽസിഫിലാണ്. അൽസിഫ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണേ. അപ്പം അവിടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളവിടെ MOHൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സാമും എഴുതി പാസ്സായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്സാമൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. ഏജൻസി മുഖേന വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്സാം ഒന്നും നമ്മൾ അതുപോലെ ഇവിടെ എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഒരു ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു കുറച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എക്സാം എഴുതണമെന്ന് പറഞ്ഞു. ഒന്നും കൂടെ എക്സാം എഴുതണം, നാട്ടിൽ നിന്ന് എഴുതിയത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ, ഞങ്ങളൊരു വന്നതിൽ ഒരു 5-6 പേർക്ക് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എന്തോ കറക്റ്റ് ഡേറ്റിന് എന്തോ മിനിസ്ട്രിയിൽ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ആക്ച്വലി നമ്മുടെ ഇതല്ല, ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് സബ്മിറ്റ് ചെയ്തത്. പക്ഷേ ഏജൻസിൻ്റെ ഇതുകൊണ്ടാണോ അത് ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്യാൻ വൈകിയതാണോ എന്തോ അറിയത്തില്ല. ഞങ്ങളോട് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി പാസ്സായതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ മിനിസ്ട്രിയിൽ ഇതാണ്, നമുക്ക് അവരുമായിട്ട് അറിയാൻ പറ്റത്തില്ല, എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോമെട്രിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ എക്സാം എഴുതി വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ എക്സാം എഴുതാൻ വരുവാന്നൊക്കെ ഓർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എന്തായാലും എഴുതിയല്ലേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ എക്സാം എഴുതാണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ തന്നെ ഡേറ്റ് എടുത്തു തന്നു. ഫസ്റ്റ് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം എന്തൊക്കെയോ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, കുറച്ച് മാർക്കിന് പോയി. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. പ്രാർത്ഥനേൻ്റെ കുറവ് കൊണ്ടാണോ പഠിച്ചതിൻ്റെ കുറവ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, കിട്ടിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ 3ാമത്തെ അറ്റംപ്റ്റ് ചിലപ്പോഴേ അവർ തരത്തുള്ളൂ. 3ാമത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ ഒത്തിരി കാശ് മുടക്കി വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുക ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഈ മാസം 22-ാം തീയതി പിന്നെ 2ാമത് ഡേറ്റ് എടുത്തു. അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമുക്ക് പ്രോമെട്രിക് എക്സാം, കുവൈറ്റ് പ്രോമെട്രിക്ക് ഭയങ്കര ഏറ്റവും ടഫായിട്ടുള്ളതാണ്. പ്രോമെട്രികളിൽ ഏറ്റവും ടഫ് കുവൈറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഭയങ്കര ടഫാണ്. ഫസ്റ്റ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും പാസ്സായാലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ജൂലൈ 22-ാം തീയതി ആയിരുന്നു 2ാമത്തെ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്തത്. അപ്പം പിന്നെ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്യൂട്ടി ഓവർ ടൈമും ഒക്കെ കഴിഞ്ഞ് വന്ന് പഠിക്കാനായിട്ട് കുറച്ച് സമയം കിട്ടത്തുള്ളൂ, എന്നാലും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സാൽമിയയിൽ വെച്ചിട്ട് പിന്നെ ജവമാല എടുത്തുള്ള ഒരു ടൈമിൽ ഒരു വട്ടം ഞങ്ങളുടെ ഇൻചാർജ് ചേച്ചിയാണ് ഇതിൻ്റെ ഒരു ഇത് അയച്ചു തന്നത്. അങ്ങനെ ഒരു വട്ടം ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സാൽമയിൽ നടന്നപ്പോഴായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് വെച്ചിട്ട് ഇവിടുന്ന് വരുന്നതിന് മുന്നേ 1.5 വർഷം മുന്നേ നാട്ടിൽ നിന്ന് ഞാൻ അവിടെ പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 1-2 വർഷം മുന്നേ. അപ്പം അവിടുന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ OET എക്സാം എഴുതുന്ന ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ OET എഴുതി എനിക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പ്രാർത്ഥനയോടുള്ള ഒരു അറ്റൻഷൻ കുറഞ്ഞു വന്നു. രാവിലെയുമായിട്ടുള്ള പ്രാർത്ഥന മാത്രം ചൊല്ലും, ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ എന്നും പള്ളിയിൽ പോകാറ്, സമയം കിട്ടിയാൽ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രാർത്ഥന ജീവിതം കുറവായിരുന്നു. അപ്പം പിന്നെ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ജസ്റ്റ് ഈ പ്രാർത്ഥനകൾ 2 രാവിലത്തെയും പിന്നെ വൈകിട്ടും പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച 22-ാം തീയതി ആയിരുന്നു എക്സാം എന്ന് പറയും. അതിന് മുൻപ് പിന്നെ 2 ദിവസം മുന്നേ ഞാനിങ്ങനെ എനിക്ക് ബ്രദറിനെ അന്ന് ആ ഒരു ദിവസം കണ്ടിട്ട് ബ്രദറിന് ആ ഒരു ദിവസം കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ബ്രദറിനോട് ജസ്റ്റ് ഒരു പ്രെയർ റിക്വസ്റ്റ് ചോദിച്ചാലോ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ. അങ്ങനെ ഞാൻ ബ്രദറിനെ വിളിച്ചു. അപ്പം പിന്നെ എക്സാമിന് 2 ദിവസം മുന്നേ അപ്പം ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി എടുത്തു, പക്ഷേ എൻ്റെ മുടയും കിടക്കുവാണ്, റിന്യൂ ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, പിന്നെ
ഇന്ന് തന്നെ ഉടമ്പടി ഇന്ന് അല്ലെങ്കിൽ നാളെ ഉടമ്പടി പുതുക്കാൻ പറ്റുവാണെങ്കിൽ ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി പുതുക്കാൻ പറ്റും, ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ആക്ച്വലി നാട്ടിൽ ചെല്ലുമ്പോൾ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി പുതുക്കാനല്ല. കാരണം നമുക്കിനി ഉടമ്പടി എടുത്തിട്ട് അതിങ്ങനെ ഒരു കടമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഒരു വിഷമം. കാരണം നമ്മൾ അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് വരുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി ക്യാൻസൽ ചെയ്യണം എന്നുള്ള വിചാരത്തിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി ക്യാൻസൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം വേണ്ട, ഇനിയിപ്പം പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങ് പോവാം, പക്ഷെ ഉടമ്പടിയായിട്ട് അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോകണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു, നാട്ടിൽ ചെല്ലുമ്പോൾ പോകണമെന്ന് ഓർത്തിട്ട്. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് എന്നോട് ഒരു 2 കാര്യം ചെയ്യണം. ഒന്ന് ഉടമ്പടി പുതുക്കണം, പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആലപ്പുഴ പോയിട്ട് പിന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓൾറെഡി സാരിമേൽ വെച്ചിട്ട് ഇത് പിന്നെ അഗർജമാരെ പങ്കെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് എന്നെ ഈ റിസൾട്ട് നല്ല റിസൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി റിന്യൂ ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, പൊന്നു മാതാവേ, പിന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ആ ഒരു പ്രതിസന്ധി സമയത്ത് ഈശോയോട് പറഞ്ഞിട്ട് അങ്ങ് അവിടുത്തെ വലിയൊരു അത്ഭുതം നടത്തിയില്ലേ, അതുപോലെ എൻ്റെ ഈ ഒരു എക്സാം ഹാളിലും വലിയൊരു അത്ഭുതം തന്നെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എന്നും കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഈ കൊന്ത ഇവിടെ കിട്ടിയ പിന്നെ ഭയങ്കര ഒരു ഇത് കയ്യിലുള്ളപ്പോൾ ഭയങ്കര ഒരു ധൈര്യമാണ്. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഇപ്പോൾ ഞാനിത് പോക്കറ്റ് ഇട്ടുണ്ടായി, ഇത് കിട്ടിയ പിന്നെ പോവുക. അപ്പോൾ ഇത് കയ്യിലാണെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ്, എന്തോ ഒരു ധൈര്യം പോലെയാണ്. അപ്പം പിന്നെ 22-ാം തീയതി എക്സാമിന് പോകുമ്പം ആക്ച്വലി നമുക്ക് പ്രോപ്പർട്ടി ഹോളിലോട്ട് ഇങ്ങനത്തെ സംഭവം ഇതൊന്നും കേൾക്കത്തില്ല. അവരെല്ലാം ആകെ ഒരു പാസ്പോർട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഞാൻ പിന്നെ ഇതെൻ്റെ കഴുത്തിലിട്ടു, അവരഥവാ ഊരി മാറ്റുവാണെങ്കിൽ പിന്നെ ഓക്കെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്താണെന്നറിയത്തില്ല, കൊന്ത ഊരാനൊന്നും പറഞ്ഞില്ല. പിന്നെ ആണെങ്കിൽ ഈ കാശുരൂപം ഇതും പിന്നെ ഞാൻ എൻ്റെ മാലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഈ ഒരു ചെറിയ കാശുരൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് OET എഴുതേണ്ട ടൈമിൽ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അച്ഛൻ തന്നാണ് ഈ എക്സാമിന് പോകുന്നതിനും ഇത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചെഴുതെന്ന് പറഞ്ഞു അന്ന് തന്നത്. അപ്പം അതിതുവരെ ഞാൻ എൻ്റെ ഇതിൽ തന്നെ കൊന്തയിൽ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ 2 കാശുരൂപം എൻ്റെ മാലയിൽ കോർത്തിട്ട് കൊന്ത ഉണ്ടായിരുന്നു കഴുത്തിൽ. അവർ കൊന്ത ഊരാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഹോളിൽ ചെന്ന് പിന്നെ എക്സാം ഹോളിൽ ചെല്ലുന്നതിന് പിന്നെ വിശ്വാസപ്രമാണം എത്രയും ചെറിയ മാതാവ് ചൊല്ലിക്കൊണ്ടാണ് പോണത്. എന്നിട്ട് എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പിന്നെ എക്സാം ഹോൾ അവിടെ ഇരിക്കുന്ന ആ പിന്നെ സിസ്റ്റത്തിലും പിന്നെ മൗസിലൊക്കെ ഞാൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്നു മാതാവേ, എൻ്റെ ഈശോയെ, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ എനിക്ക് എക്സാം നല്ലതായിട്ട് ഈസി ആക്കി തരണേ, എക്സാം പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ കാശ് നമ്മളിങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ഇതാക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുണ്ട്. അപ്പം അവർ ശ്രദ്ധിക്കും, കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഞാൻ ഇവിടെ പിന്നെ കാശ് രൂപ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഫുൾ എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് എക്സാം തീരുന്നോടം വരെ ഞാൻ എൻ്റെ മാലയിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. എക്സാം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ ഈ കാശ് രൂപത്തെ പിടിച്ചിട്ട്, മാതാവേ, ഞാൻ എഴുതുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കണമേ. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇവൻ നമുക്ക് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മാറിപ്പോയാൽ അത് പോയി, അങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെ ഫുൾ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര ഈസി ഒന്നും അല്ലായിരുന്നു, കുറച്ച് ടഫായിരുന്നു, ടെൻഷനായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ടഫില്ലെങ്കിൽ എന്നാലും ടഫായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മാതാവ് എന്നെ ഉറപ്പായിട്ടും പിന്നെ എന്നെ പാസ്സാക്കി തരും. മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് നല്ല വിജയം വാങ്ങി തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആക്ച്വലി ഈ എക്സാം കഴിഞ്ഞ് വന്നു. നോർമലി റിസൾട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 to 2 അവറിനുള്ളിൽ റിസൾട്ട് അറിയും, പ്രോമെട്രിക് റിസൾട്ട് അങ്ങനെയാണ്. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മെയിലിലോട്ടാണ് സാധാരണ റിസൾട്ട് അവർ ഹോസ്പിറ്റലുകാർ ഡേറ്റ് എടുത്ത് തന്നുകൊണ്ട് അവിടുത്തെ മെയിലോട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അവിടുന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഇവൻ പാസ്സാണെങ്കിലും ഫെയിലാണെങ്കിലും റിസൾട്ട് അങ്ങനെ വരും, പക്ഷെ വന്നില്ല. അന്ന് വൈകിട്ടായി വന്നില്ല. പിറ്റേ ദിവസം ഞാൻ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു മീൻസ് അവിടുത്തെ പ്രോമെട്രിക് സെൻറ്റർ മെയിൻ സെൻറ്ററിലെ അവിടുത്തെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ് റിസൾട്ട് വൈകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചിലപ്പോൾ 2-3 ദിവസം എടുക്കുമെന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ ഒത്തിരി ടെൻഷൻ എടുപ്പിച്ച് ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടായിരിക്കും
ദൈവം നമുക്ക് അത് ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം കുറേ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു സന്തോഷത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ എൻ്റെ കർത്താവ് എഴുതുന്നത് ഇങ്ങനെ എനിക്കെന്താ ഇങ്ങനെ വരുന്നത്. കാരണം സാധാരണ ഇതുവരെ നമ്മുടെ എഴുതിയതൊക്കെ എല്ലാം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റിസൾട്ട് വന്നു. എൻ്റെ ഈ 2 ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് റിസൾട്ട് വന്നു. എനിക്ക് നല്ല മാർക്ക് തന്ന് എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ വിജയിപ്പിച്ചു.